ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാസർഗോഡിൻ്റെ ഒരു തനത് രുചിയാണ് കേട്ടോ. ഇതാണ് മാങ്ങൻ്റെ ഉപ്പിൻ്റെ എണ്ണി. വെറും മാങ്ങയും കുറച്ച് ചേരുവകളും മാത്രം മതി. ഇതിന് കുക്കിങ്ങിൻ്റെ പ്രോസസ്സൊന്നുമില്ല. വെറുതെ ഇതുപോലൊക്കെ അങ്ങ് ചെയ്തെടുത്താൽ തന്നെ സംഭവം റെഡിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാസർഗോഡ് സ്പെഷ്യൽ മാങ്ങൻ്റെ ഉപ്പിൻ്റെ എണ്ണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴുത്ത മാങ്ങ എടുക്കുക കേട്ടോ. എടുക്കുന്ന മാങ്ങക്ക് ഇച്ചിരി പുളി കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളക് ആദ്യം ഒന്ന് ചുട്ടെടുക്കണം. അതല്ലെങ്കിൽ ഒന്ന് വറുത്തെടുത്താലും മതിയാവും. പക്ഷേ ചുട്ടെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ ഞാൻ ഒരു 3 വറ്റൽമുളക് ചുട്ടെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എരിവ് എത്രത്തോളം വേണം എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് മാങ്ങയുടെ തൊലി കളഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് കുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതിലേക്ക് മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴുത്ത മാങ്ങ ആയിരിക്കണം. അതുപോലെ തന്നെ ആ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല പഴുത്തത് മാത്രമാകുമ്പോൾ നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ ആ മധുരം മാത്രമായിട്ട് മുന്നിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ ആ ഒരു പുളിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ മാങ്ങ പഴുത്തതൊക്കെ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇപ്പം തന്നെ ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. പച്ചമുളക് മാത്രം എടുത്തിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഇതുപോലെ വറ്റൽമുളകും പച്ചമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ഇച്ചിരി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നത് നിരടിയെടുക്കുക. ഈ മാങ്ങയുടെ തൊലിയിൽ നിന്ന് ആ കാമ്പൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ നല്ല പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കണം കേട്ടോ. അതുപോലെ വേണം നമ്മളിത് തിരുമ്മിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ തിരുമ്മലിലാണ് ഇത് കിടക്കുന്നത്. ഇത് ശരിക്കും ചാറായി വരുന്നതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിതിലേക്ക് വറ്റൽമുളകിൻ്റെ ആ ഒരു രുചി മാത്രമല്ല ചേർക്കുന്നത്, കുറച്ച് പച്ചമുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ രുചി കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി പച്ചമുളക് മാത്രമാണ് കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ഇടാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തത്. അത് നമുക്കിതുപോലെ കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നേരത്തെ വറ്റൽമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് ചേർക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് വറ്റൽമുളക് 2 അതുപോലെ ഇത് 1-2 ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക, ഒരുപാട് ഒഴിക്കുക വേണ്ട. എന്നാൽ പറ്റ കുറുക്കനെ ആവണ്ട കേട്ടോ. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇത് മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാവരും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇതുകൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. സാധാരണ ട്രഡീഷണലി അവർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ചേർക്കാതെയാണ്. പക്ഷെ നമ്മളിവിടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങൻ്റെ ഉപ്പിൻ്റെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനെ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ വെറുതെ ഇതിങ്ങനെ ഒരു സൈഡിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരവും പുളിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.